PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ആൻസർ കീ ആണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ആൻസർ കീയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓൺലി 3 and 4 ആണ് കേട്ടോ പരസ്പര ബന്ധമില്ലാത്തത്. ശരിയായ പ്രസ്താവനകൾ: വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 1946. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം ആണ് ശരിയായത്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. 4. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയാണ്. 1 ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം. അതുപോലെ മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. അടുത്തത്, ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 കൽക്കരിയാണ്. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻസ് ഇതിലില്ല. ഓക്കെ, ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ്. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏതു വിഭാഗത്തിൽ പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നൊരു മറ്റൊരു ഉദ്ദേശമാണ്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യം 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 പശ്ചിമ ബംഗാൾ, 2 ഉത്തർപ്രദേശ്, 3 പഞ്ചാബ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 16. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ്? ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ആണ്. പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി ബാക്ടീരിയ. KARSAP കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2018 ഒക്ടോബർ. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് വരുംതോറും? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടുന്നു. കേരളത്തിന്റെ തനത് നൃത്തരൂപം? ഓപ്ഷൻ ബി മോഹിനിയാട്ടം. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്. ഉമയുടെ തപസ്യ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? ഓപ്ഷൻ എ ആണ്. വള്ളത്തോൾ. കപടലോകത്തിലെന്നുട കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികളാണിവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കുഞ്ഞുണ്ണി മാഷ്. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തന്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, സെഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കുവാനുള്ള കടമ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എക്സിനും വൈക്കും തുല്യമായിട്ട്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളിലാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ബിയും മാത്രം.
ഓക്കെ. അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വച്ചാൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മിസ്സിസ് രേഖ ശർമ്മ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 29 and 30. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൺലി 4 ആണ്. ഓക്കെ, 4 മാത്രമാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാ. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാൾ. നീൽദർപ്പൺ, ദിനബന്ധു മിത്ര, ബംഗാൾ. ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, സിയോണിസ്റ്റ് പ്രസ്ഥാനം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൺലി 2, മുസോളിനിയുടെ വാക്കുകളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഓപ്ഷൻ എ, ഓൺലി 1, എന്താ 10. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിയ ചരിതമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, മൂഷക വംശകാവ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരി, 3 തെറ്റ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നത് ശരിയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് എന്നുള്ളതും ശരിയാണ്. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഓപ്ഷൻ ബി, എന്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മെഡിസെപ്പ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ എ, സ്വീഡൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം. അടുത്തത്, ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമം. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 മടങ്ങ്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായിട്ടുള്ള ISRO പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗഗൻയാൻ. അടുത്തത്, ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഓപ്ഷൻ എ, ഫ്രാൻസ്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജമ്മു കാശ്മീർ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ്? ഉത്തരം ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ആണ്. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, ഒക്ടോബർ. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ഡി, കീബോർഡ്. ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, റേഡിയോ തരംഗം. പ്രസ്താവന എ, നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഉത്തരം ഓപ്ഷൻ എ ആണ്. എയും 6ഉം ശരിയാണ്. 6A ശരിയായ വിശദീകരണമാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായത്. ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്ന ദിനം? ഓപ്ഷൻ എ ആണ്, സെപ്റ്റംബർ 16. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദി എബവ്. ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം.
അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല എന്നുള്ളത്. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. അടുത്തത്, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയല്ലാത്തത്. അടുത്ത ബാക്കിയെല്ലാം ശരിയാ. ബാങ്കുകളുടെ ബാങ്ക് RBI, വാണിജ്യ ബാങ്ക് SBI, പുതുതലമുറ ബാങ്ക് ICICI. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി ആണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. അലുമിനിയത്തിന്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോക്സൈറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം? ഓപ്ഷൻ സി, ബാംഗ്ലൂർ. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി, പ്രസിഡന്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2. രണ്ടാമത്തേത് മാത്രമാണ് തെറ്റ്. ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ആന്റണി ഡൊമിനിക്. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി, വൃക്ക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതും അതുപോലെ പിത്തരസം അന്നജത്തെ വിഘടിക്കുന്നു എന്നുള്ളതുമാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ. ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇംഗ്ലണ്ട്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ഉത്തരം ഓപ്ഷൻ ഡി, ചങ്ങമ്പുഴ. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി, കൂട്ട്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 and 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? ഓപ്ഷൻ സി ആണ്, 66D. 10 സെന്റിമീറ്റർ ആരമുള്ള ഈയഗോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 40. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ പരപ്പളവ്? ഓപ്ഷൻ എ, 2π. പൈ അക്ഷം പ്രതിസാമ്യത അക്ഷമായി എടുത്താൽ 3, 4 ബിന്ദുവിന്റെ പ്രതിബിംബമായി വരുന്ന ബിന്ദു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, -3, 4. ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ പൊതുവ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 5. √2 n = 1024 ആയാൽ n-ന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 20. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്നും ഒരു കുപ്പിയിലെ പാലിന്റെ 2/3 ഭാഗം എടുത്ത് ചായയിട്ടു എങ്കിൽ ചായക്കെടുത്ത പാൽ എത്ര ലിറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1/2 ലിറ്റർ. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 9:8. ഒരു ദ്വിമാന സമവാക്യത്തിന്റെ മൂല്യഗണത്തിലെ ഒരംഗം 3 + √7 ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2. അബു, സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 6000. 31 സ്ക്വയറിന്റെ വിലയെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതിയാൽ അവസാനത്തെ എണ്ണൽ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 61. അടുത്തത് ഇംഗ്ലീഷ് ആണ്. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് സോർ? സോറിന്റെ സിനോണിം? ഓപ്ഷൻ സി ആണ്, അസെന്റ്. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെന്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആറിന്റ് ഐ. ചേഞ്ച് ഇൻ ടു ദി ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, Rani said that she had visited Mumbai the previous week. അടുത്തത്, what does the prefix extra mean in the word extraordinary? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, beyond. Find out the meaning of the word apartheid.
എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, സെപ്പറേറ്റ്നെസ്. വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡച്ചസിന്റെ മസ്കുലിൻ ജെൻഡർ ഓപ്ഷൻ എ ആണ്, ഡ്യൂക്ക്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ഫോർ ദി കണ്ടീഷണൽ സെന്റൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു. അപ്പോൾ എന്താ? ഇഫ് ക്ലോസ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വുഡ് ഹാവ് ഗോട്ട് ആണ് വരിക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈസിയർ. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദി സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദി ചോയ്സസ് ഗിവൺ ബിലോ. ഉത്തരം ഓപ്ഷൻ എ ആണ്, വരിക. എ യു ഇസ് എ ഫീമെയിൽ ഷീപ്പ് ആണ് വരുന്നത്. അടുത്തത് ഐഡന്റിഫൈ ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഫോർ സ്റ്റിമുലസ്. സ്റ്റിമുലസിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റിമുലൈ ആണ് വരുന്നത്. അടുത്തത് മലയാളമാണ്. ചുമ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി, കാസം. കരി അധികം പുലി ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ സി, കരിമ്പുലി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി ആണ്, സതീർത്ഥ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം വിവക്ഷ. ഓപ്ഷൻ ബി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി, സ്വാമികൾ. വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം ഓപ്ഷൻ എ, വെയിലിന്റെ നാളം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി, ഝഷം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ശിങ്കിടി പാടുക. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ ബി, മധുരം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഓപ്ഷൻ സി ആണ്, കണ്ണിലുണ്ണി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, PSC കുറേ പരീക്ഷകളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ച 10 ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട്. ആ പറഞ്ഞ 10 ടോപ്പിക്സിൽ നിന്നും ഒരുപാട് ടോപ്പിക്സ് ഇന്നത്തെ പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്